പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജാനുവരി മാസം 29 ഹല്ലേലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിന്നല്ലേ നിങ്ങൾ സ്തോത്രം പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിനകത്ത് നിന്നല്ലേ സ്തോത്രം പറയുന്നത്. സന്തോഷത്തോടെ ഒരു കൈ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് ശബ്ദം ഉയർത്തി ആമേൻ വിളിച്ച് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 അപ്പാ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചത് ഈ സ്തോത്രവും സ്തുതിയും ഒക്കെ ഏതോ ഒരു പ്രത്യേക വിഭാഗക്കാർക്കുള്ളതാണ്. പിന്നെ വേദോത്സവം വായിച്ചപ്പോഴാണ് മനസ്സിലാക്കി ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ആമേൻ. എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറഞ്ഞു. അപ്പം അത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്, ഇന്ന വിഭാഗക്കാരെന്നില്ല, എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് സ്തോത്രം പറയാൻ മടിക്കരുത്, കൈ ഉയർത്താൻ മടിക്കരുത്. സന്തോഷത്തോടെ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അവൻ കൈ അടിക്കാൻ മറക്കരുത്, ഇതൊക്കെ വേദപുസ്തകത്തിലുള്ളതാണ്. അതുകൊണ്ട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് അല്പസമയം കൂടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച് ദൈവകൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഒന്ന് ഓർത്ത് നോക്കിയിട്ട് കഴിഞ്ഞ പകൽക്കാലത്ത് നിങ്ങളുടെ യാത്രകളെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ പോയ സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയിട്ട് കർത്താവ് അത്ഭുതകരമായി നടത്തിയത് കണ്ടുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കർത്താവ് അത്ഭുതകരമായി സൂക്ഷിച്ചില്ലേ? ആമേൻ. രാത്രിയിലെ ഭയത്തിൽ നിന്ന് വിടുവിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. അപ്പ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ഉണർന്നതല്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന നല്ല കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കൂരിൽ താഴ്വരെ കൊണ്ട് നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. യഹോവ എന്നോട് കൂടെ ഇരിക്കുന്നു, തൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഇന്ന് തൻ്റെ വടി കൊണ്ടും കോലുകൊണ്ടും നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മളെ നടത്തുന്ന നല്ല കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. 18 സങ്കീർത്തനം 24 വാക്യം പറഞ്ഞു, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാം സന്തോഷിച്ച് ആനന്ദിക്കുക. കർത്താവിൻ്റെ ദൈവമാകുന്നു 28 വാക്യം, ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ ദൈവമാകുന്നു, ഞാൻ കർത്താവിനെ പുകഴ്ത്തും. അപ്പോൾ കർത്താവിൻ്റെ ദൈവമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കർത്താവിനെ സ്തോത്രം ചെയ്യും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും, കർത്താവ് നല്ലവരല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് നോക്കുന്നു. ഞങ്ങൾക്കറിയാം അപ്പ ഞങ്ങളോട് പറഞ്ഞല്ലോ, നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരമരളാം. ആമേൻ. ഞങ്ങൾക്കറിയാപ്പ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയപ്പ കേൾക്കുന്നത് ഓർത്ത് സ്തോത്രം. അങ്ങ് മറുപടി തരുന്നത് ഓർത്ത് സ്തോത്രം. അങ്ങ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അപ്പൻ്റെ കൈകളിലേക്ക് തരുന്ന കർത്താവെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ആവശ്യം എന്തു തന്നെയാണെങ്കിൽ അതിന്മേൽ അപ്പ ഇന്ന് പകൽക്കാലം അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, ചെയ്തിരിക്കുന്ന അത്ഭുതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് അപ്പ അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ഓരോരുത്തരുടെ കണ്ണുകൾ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാനുള്ള സൗഖ്യം അനുഭവിക്കട്ടെ. ഈ പകൽക്കാലം ഒരു സൗഖ്യത്തിൻ്റെ പകലായി മാറട്ടെ. വലിയ ഹീലിംഗ് യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞ കേസുകൾ ഇന്ന് അത്ഭുതകരമായി യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമാകുന്നത് ഓർത്ത് സ്തോത്രം. പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. പൂർണ്ണ ആരോഗ്യം വെളിപ്പെട്ട് വരട്ടെ. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഡോക്ടർമാർ പറഞ്ഞു ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണം. എന്നാൽ ഇപ്പോൾ യേശുവിൻ്റെ അടിപ്പിണരാൽ ആ സൗഖ്യം ഈ ശരീരത്തിൽ നടക്കട്ടെ. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം നടക്കട്ടെ. താങ്ക് യു ജീസസ്. കൊടുത്ത സൗഖ്യത്തിന് സ്തോത്രം. ആമേൻ. ക്യാൻസർ രോഗികൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന കേസുകൾ, ഹല്ലേലൂയ. ആമേൻ. രോഗം സ്പ്രെഡായി എന്ന് പറഞ്ഞിരിക്കുന്ന കേസുകൾ നസ്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ
ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ. അതുപോലെ കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് പകൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് അവർ പോകുന്ന ഇൻ്റർവ്യൂവിൽ അത്ഭുതം നടക്കട്ടെ. ഇന്ന് അവർ പോകുന്ന ഇൻ്റർവ്യൂവിൽ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മഹിമ അവിടെ വെളിപ്പെടണം, ദൈവകൃപ അവിടെ വ്യാപരിക്കണം. ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്ഭുതകരം ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ നീട്ടപ്പെടട്ടെ. നസ്രയനായ യെശുവിൻ്റെ നാമത്തിൽ എഡ്യൂക്കേഷനോടുള്ള ബന്ധത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി അത്ഭുതം സംഭവിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസീദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം അവർക്ക് വേണ്ടി ചെയ്യണം, സംരക്ഷിക്കണം. ദൂതന്മാർ കാവലായി നിൽക്കണം. അപ്പോൾ നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കുന്നതിന് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി നമുക്ക് ഇന്ത്യൻ സമയം 9:30 ആകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. ഇപ്പോൾ തന്നെ മൊബൈലിനകത്ത് റിമൈൻഡർ വെക്കണം, മറക്കരുത്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹത്തിന് കാരണമാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിക്ക് മുഴുവനും ബ്ലെസ്സിങ് ആകും. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, അവരെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ലഭിക്കുമ്പോൾ, സന്തോഷം ലഭിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരോടൊന്ന് പങ്കുവെക്കാതെ? അവരോട് അനുഗ്രഹം പ്രാപിക്കട്ടെ. അതുകൊണ്ട് ഇതുവരെ പറയാത്ത ചിലരോട് ഇന്ന് പറയണം, അവരും ജോയിൻ ചെയ്യണം, അവരെ ഓർപ്പിക്കണം. ആ സമയമാകുമ്പോൾ നമ്മളൊന്ന് ഓർപ്പിച്ചേക്കണം കേട്ടോ. അവരോടൊന്ന് പറയണം, ബ്രദറെ മീറ്റിംഗ് തുടങ്ങാറായി, അല്ലെങ്കിൽ സിസ്റ്ററെ മീറ്റിംഗ് തുടങ്ങാറായി, കയറാൻ പറയണം. ഓക്കെ, നമുക്കെല്ലാവർക്കും ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കൈകളെ ഉയർത്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ അപ്പ നേരിട്ടിറങ്ങി വന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന ഒരു മീറ്റിംഗായി മാറണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഫെബ്രുവരി മാസം 2, 3, 4 തീയതികളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുണ്ടാകും. പ്രാർത്ഥിക്കുക അതിനു വേണ്ടി കേട്ടോ. ഓക്കെ, ഇന്ന് പ്രഭാതത്തിൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മുടെ കൊർന്നല്യോസിൻ്റെ കഥയിൽ നിന്നും ഒരു ഉപദേശമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ഭക്തനും സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു, എപ്പോഴും പ്രാർത്ഥിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞത്. എന്നാ ചെയ്ത്? എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു കൊർന്നല്യോസ്. കൊർന്നല്യോസിനെ കുറിച്ച് 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, കൈസരിയിൽ ഇറ്റാലിക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ളൊരു ശതാധിപനുണ്ടായിരുന്നു. അതായത് 100 പേർക്ക് അധിപതിയായ ഒരു മനുഷ്യനാണ് കൊർന്നല്യോസ്. അല്ലാതെ പണിയില്ലാത്ത മനുഷ്യനല്ല, അല്ലാതെ സാധാരണക്കാരനായ മനുഷ്യനുമല്ല. 100 പട്ടാളക്കാർ തൻ്റെ അടിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പം സാധാരണക്കാരനല്ല, ചിലടത്ത് പറയുന്നത് 600 പേരുണ്ടായിരുന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അടിയിൽ. ഓക്കെ, അപ്പം എന്നാൽ അദ്ദേഹത്തിന് ഇത്രയും തിരക്കുള്ള മനുഷ്യനാണെങ്കിലും പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് അദ്ദേഹത്തിന് ഒഴിവുകഴിവുകളില്ലായിരുന്നു. അതായത് ദൈവകാര്യത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണല്ലോ ഇവിടെ നമ്മൾ വായിച്ചതിൻ്റെ തെളിവ്. ഉച്ചയ്ക്ക് 3-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൂതൻ വീട്ടിലിറങ്ങി വരുന്നത്. അപ്പോൾ അദ്ദേഹം തിരക്കുള്ള മനുഷ്യനാണ്, താൻ ഇത്രയും വലിയ ഉത്തരവാദിത്വമുള്ള ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തെ സ്തുതിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൂത് ഇതാണ്: നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു? നമ്മളെ സംബന്ധിച്ച് നമ്മൾ കർത്താവിൻ്റെ കാര്യങ്ങൾക്കാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്, അതോ മറ്റുള്ള കാര്യങ്ങൾക്കാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്? നമ്മളെപ്പോഴും പറയുന്നത്, തിരക്ക് കാരണം പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല, തിരക്ക് കാരണം വേദപുസ്തകം വായിക്കാൻ സമയം കിട്ടുന്നില്ല, തിരക്ക് കാരണം ഇപ്പം സഭായോഗത്തിന് ആരാധനയ്ക്ക് പോകാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പലതരത്തിലുള്ള തിരക്ക്. ചിലർക്ക് കൊച്ചുങ്ങളെ വളർത്തുന്നതിൻ്റെ തിരക്ക്, ചിലർക്ക് ജോലി തിരക്ക്, ചിലർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ തിരക്ക്, അങ്ങനെ പലതരത്തിലുള്ള തിരക്കുകളാണ്. ചിലർക്ക് സോഷ്യൽ കാര്യങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന തിരക്ക്, പാർട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവകാര്യത്തിന് പ്രയോറിറ്റൈസ് നമ്മുടെ ലൈഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ കാര്യത്തിലും ഇടപെടുകയുള്ളൂ. മുമ്പേ നീ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുവാനുള്ളത്, നിങ്ങൾ എത്ര തിരക്കുള്ള ബിസിനസ്സുകാരനായാലും വലിയ ഉദ്യോഗസ്ഥനായാലും ചെറിയ ഉദ്യോഗസ്ഥരായാലും ആമേൻ, എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന സമയം, അതിനകത്തുനിന്ന് മറ്റൊന്നിനും നിങ്ങൾ സമയം മാറ്റരുത്. ആരാധനയ്ക്ക് സഭായോഗത്തിന് പോകേണ്ട സമയത്ത് സഭായോഗം മാത്രം നടക്കട്ടെ.
അതുകൂടാതെ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥന, ആരാധന, വീട്ടിലെ പ്രാർത്ഥന, ഇതിനൊക്കെ നിങ്ങൾ സമയം വേർതിരിച്ചു വെക്കണം. നിങ്ങൾ പ്രയോറിറ്റി ചെയ്താൽ, ദൈവത്തിൻ്റെ കാര്യത്തിന് നിങ്ങൾ മുൻഗണന കൊടുത്താൽ, നിങ്ങളുടെ കാര്യത്തിന് ദൈവം മുൻഗണന തരും. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി വേറൊരു സംഭവമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ലുദിയ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരിയെ നമുക്ക് കാണാൻ കഴിയും. ലുദിയ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരിയെ നമുക്ക് കാണാൻ കഴിയും. അവൾ താൻ പൗലോസോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, താൻ ഒരു ബിസിനസ്സുകാരിയാണെങ്കിലും താൻ പൗലോസിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് എന്ത് പറ്റി? ഈ ബിസിനസ്സുകാരി എന്ന് പറഞ്ഞാൽ സാധാരണ ബിസിനസ്സുകാരിയല്ല, VIP-കളുടെ ഡ്രസ്സ് കൊടുക്കുന്ന ബിസിനസ്സായിരുന്നു ലുദിയയ്ക്കുണ്ടായത്. പക്ഷെ അതിൻ്റെ നടുവിലും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ ദൈവം അവിടെ ഹൃദയത്തെ തുറന്നു, അവിടെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഇടയായി. അതുകൊണ്ട് ഇന്ന് സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരൻ, നമ്മൾ പലപ്പോഴും ഒഴിവ് കഴിവുകൾ പറയും. നോ, ദൈവകാര്യത്തിൽ ഒഴിവ് കഴിവുകൾ പറയരുത്. ആമേൻ. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് ഒഴിവ് കഴിവുകൾ പറയരുത്. ആമേൻ. വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ഒഴിവ് കഴിവുകൾ പറയരുത്. ഇന്നിപ്പോൾ നമ്മൾ വീട്ടിൽ പുറത്തെല്ലാം പോയിട്ട് താമസിച്ചു വന്നു, അതുകൊണ്ട് ഇന്ന് രാവായിട്ട് പ്രാർത്ഥിക്കേണ്ട, അങ്ങനെ ഒരു ചിന്തയുണ്ടാകരുത്. ഇന്നിപ്പോൾ താമസിച്ചായിരുന്നേൻ്റെ, ഇനിയിപ്പോൾ രാവിലെ പ്രാർത്ഥിക്കാൻ സമയമില്ല, ജോലിക്ക് പോകണം. നോ, അങ്ങനെ നമ്മൾ കുറയ്ക്കേണ്ടത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജനുവരി മാസം 29-ാം തീയതി, ഹല്ലേലൂയ, സ്തോത്രം, ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിന്നല്ലേ നിങ്ങൾ സ്തോത്രം പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിനകത്ത് നിന്നല്ലേ സ്തോത്രം പറയുന്നത്? സന്തോഷത്തോടെ ഒരു കൈ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് ശബ്ദമുയർത്തി ആമേൻ വിളിച്ച് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, 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 അപ്പാ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചത് ഈ സ്തോത്രവും സ്തുതിയും ഒക്കെ ഏതോ ഒരു പ്രത്യേക വിഭാഗക്കാർ